വിശദമായ വാർത്തയിലേക്ക്. കുപ്രസിദ്ധ സീരിയൽ കില്ലർ ചാൾസ് ശോഭരാജ് ജയിൽ മോചിതരാകുന്നു. നേപ്പാൾ സുപ്രീം കോടതിയാണ് ഉത്തരവിട്ടത്. പ്രായം പരിഗണിച്ചാണ് ചാൾസ് ശോഭരാജിനെ മോചിപ്പിക്കുന്നത്. വിവരങ്ങളുമായി ഗോപിക സുരേഷ് ചേരുന്നു. ഗോപിക, കൂടുതൽ വിവരങ്ങൾ. ധന്യ, ചാൾസ് ശോഭരാജ് എന്ന പേര് കേൾക്കാത്ത മലയാളികൾ ഉണ്ടാകില്ല. കുപ്രസിദ്ധ മയക്കുമരുന്ന് വ്യാപാരിയും കൊലപാതകയും സീരിയൽ കില്ലറും ഒക്കെയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ 21 വർഷമായി നേപ്പാളിൽ ജയിൽ ജീവിതം അനുഭവിച്ചു വരികയായിരുന്നു അദ്ദേഹം. ചാൾസ് ശോഭരാജിന് ഇപ്പോൾ പ്രായം പരിഗണിച്ച് 78 വയസ്സാണ് ചാൾസ് ശോഭരാജിന് ഇപ്പോൾ ഉള്ളത്. പ്രായം പരിഗണിച്ച് ചാൾസ് ശോഭരാജിനെ മോചിപ്പിക്കാനാണ് ഇപ്പോൾ നേപ്പാൾ സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. 1975 വിദേശികളെ കൊന്നതിനാണ് ഏറ്റവും ഒടുവിൽ ചാൾസ് ശോഭരാജ് നേപ്പാളിലെ ജയിലിൽ ആകുന്നത്. 2003 മുതൽ 21 വർഷം നേപ്പാളിലെ ജയിലിൽ ആയിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ഇപ്പോൾ നേപ്പാൾ സുപ്രീം കോടതിയാണ് മോചനത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. മോചനശേഷം 15 ദിവസത്തിനുള്ളിൽ തന്നെ നേപ്പാളിൽ നിന്നും ചാൾസ് ശോഭരാജിനെ നാടുകടത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഫ്രഞ്ച് പൗരനാണ് ചാൾസ് ശോഭരാജ്. അദ്ദേഹത്തിന് ഇന്ത്യയിലും വേരുകളുണ്ട്. അദ്ദേഹത്തിന്റെ അച്ഛൻ ഇന്ത്യക്കാരനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ വൈകാരികമായാണ് ഓരോ ഇരയെയും ചാൾസ് ശോഭരാജ് കണ്ടെത്തിയിരുന്നത്. ഓരോ ആൾക്കാരുമായി അടുപ്പം സ്ഥാപിച്ച് കൂടുതൽ പണം പ്രതാപം ഒക്കെ ഉള്ള ആൾക്കാരുമായി അടുപ്പം സ്ഥാപിക്കുകയും അതിനുശേഷം അവരെ കൊലപ്പെടുത്തുകയും അവരുടെ പണവും പാസ്പോർട്ട് അടക്കമുള്ള മറ്റു കാര്യങ്ങൾ കൈവശപ്പെടുത്തിയതിനു ശേഷം ഈ വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ച് പല രാജ്യങ്ങളിലും പോവുകയും ആ തരത്തിൽ അവിടെയും മറ്റ് പല ആൾക്കാരെയും കൊലപ്പെടുത്തുകയും അവരുടെ പണം അപഹരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അതിവൈകാരികമായ രീതിയിലൂടെയായിരുന്നു ചാൾസ് ശോഭരാജ് ഓരോ കൊലപാതകങ്ങളും നടത്തിയിരുന്നത്. ദക്ഷിണേന്ത്യയിലും അദ്ദേഹം നിരവധി കൊലപാതകങ്ങൾ, ഏകദേശം 20ഓളം കൊലപാതകങ്ങൾ ചാൾസ് ശോഭരാജ് നടത്തിയിട്ടുണ്ടാകും എന്നാണ് കണക്കുകൂട്ടപ്പെടുന്നത്. 1997 വരെ ഇന്ത്യയിലെ തിഹാർ ജയിലിലായിരുന്നു ചാൾസ് ശോഭരാജ് ഉണ്ടായിരുന്നത്. തിഹാർ ജയിലിൽ നിന്നും പല പ്രാവശ്യം ചാടിപ്പോയ ഇദ്ദേഹം ഏറ്റവും ഒടുവിൽ നേപ്പാളിൽ 1975 US പൗരന്മാരെ കൊലപ്പെടുത്തിയതിനാണ് നേപ്പാളിലെ ജയിലിൽ ശിക്ഷ അനുഭവിച്ചു വരുന്നത്. 78 വയസ്സാണ് ചാൾസ് ശോഭരാജിന് പ്രായം. ദക്ഷിണേന്ത്യ അടക്കം കിടുകിട വിറപ്പിച്ച സീരിയൽ കില്ലറാണ് ഇപ്പോൾ മോചിപ്പിക്കാൻ നേപ്പാൾ സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ധന്യ. ശരി, നന്ദി ഗോപിക. ഒമിക്രോൺ വകഭേദമായ BF7 ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തു. ചൈനയിൽ വ്യാപിക്കുന്ന വകഭേദമാണിത്. ഗുജറാത്തിൽ 2 പേർക്കും ഒഡീഷയിൽ ഒരാൾക്കും രോഗം സ്ഥിരീകരിച്ചു. ഗുജറാത്തിൽ 61കാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇവർ അമേരിക്കയിൽ നിന്ന് അടുത്തിടെ മടങ്ങിയെത്തിയതാണ്. അതിവേഗ വ്യാപനശേഷിയുള്ള വകഭേദമാണ് BF7. പനിയും ചുമയും പ്രധാന രോഗലക്ഷണം. ഇതേ തുടർന്ന് രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ റാൻഡം കോവിഡ് പരിശോധന പുനരാരംഭിക്കും. രാജ്യാന്തര യാത്രക്കാരുടെ സ്രവമാണ് ശേഖരിക്കുക. വിദേശ രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്തും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് മുഖ്യമന്ത്രി. ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല. പനി, ജലദോഷം എന്നിവ അവഗണിക്കരുത്. ചികിത്സ തേടണം. റാപ്പിഡ് റെസ്പോൺസ് ടീം ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോവിഡിന്റെ കാര്യത്തിൽ ഒരു പുതിയ സാഹചര്യം വന്നിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ കോവിഡ് വർദ്ധിച്ചു വരുന്നതാണ് ആ സാഹചര്യം. അത്തരമൊരു ഘട്ടത്തിൽ സംസ്ഥാനത്തും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയാണ്. പക്ഷേ സംസ്ഥാനത്തുള്ളൊരു പ്രത്യേകത, ഇവിടെ കോവിഡ് കേസുകൾ വളരെ കുറവാണ്. എങ്കിലും കോവിഡ് ബാധിക്കാതിരിക്കാൻ പ്രത്യേകം സ്വയം ശ്രദ്ധിക്കുന്ന നിലയുണ്ടാവണം. കോവിഡിൽ പഠിച്ച പാഠങ്ങൾ വീണ്ടും ശീലമാക്കണം. പനി, ജലദോഷം, തൊണ്ടവേദന എന്നിവ ബാധിച്ചാൽ അവഗണിക്കരുത്. ചികിത്സ തേടണം. കോവിഡ് രോഗലക്ഷണങ്ങളുള്ളവരുമായി അടുത്ത് ഇടപഴകാതിരിക്കുകയും വേണം. പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്കെതിരെ ഗുരുതര കണ്ടെത്തലുമായി NIA റിപ്പോർട്ട്. ഇതര മത നേതാക്കളെ വധിക്കാൻ PFI ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നതായി NIA റിപ്പോർട്ടിൽ പറയുന്നു. ലക്ഷ്യം വെച്ച നേതാക്കളുടെ വിശദ വിവരങ്ങൾ കണ്ടെത്താൻ റിപ്പോർട്ടേഴ്സ് എന്ന പേരിലാണ് രഹസ്യസംഘം പ്രവർത്തിച്ചിരുന്നതെന്നും എറണാകുളം NIA കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. പാലക്കാട്ടെ RSS നേതാവ് ശ്രീനിവാസൻ വധക്കേസ് NIA അന്വേഷിക്കും. ഓപ്പറേഷൻ ഒക്ടോപ്പസിന്റെ ഭാഗമായി
അറസ്റ്റിലായ PFI നേതാക്കളുടെ ജുഡീഷ്യൽ കസ്റ്റഡി നീട്ടണമെന്നാവശ്യപ്പെട്ട് എറണാകുളം NIA കോടതിയിൽ ദേശീയ അന്വേഷണ ഏജൻസി സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഗുരുതര പരാമർശങ്ങൾ. വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധ വളർത്തുന്നതിനായി പോപ്പുലർ ഫ്രണ്ടിന്റെ പരിശീലനം സിദ്ധിച്ച പ്രവർത്തകർ നിയമവിരുദ്ധ പ്രവർത്തികളിൽ ഏർപ്പെട്ടതിന്റെ തെളിവുകൾ NIA ശേഖരിച്ചു. മതസൗഹാർദ്ദം തകർക്കാൻ വിവിധ മത നേതാക്കളെ വധിക്കാനും പട്ടിക തയ്യാറാക്കി. ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന വ്യക്തിയാണ് പാലക്കാട്ടെ RSS നേതാവ് ശ്രീനിവാസനെന്നും NIA കണ്ടെത്തിയിട്ടുണ്ട്. ദേശീയ അന്വേഷണ ഏജൻസിയുടെ കൊച്ചി യൂണിറ്റാകും ശ്രീനിവാസൻ വധക്കേസ് അന്വേഷിക്കുക. കേരളത്തിൽ കൊല്ലപ്പെടുത്തേണ്ടവരുടെ പട്ടിക തയ്യാറാക്കി നടത്തിയ ആദ്യത്തെ കൊലപാതകമെന്ന സംസ്ഥാന പോലീസിന്റെ കണ്ടെത്തലാണ് NIA അന്വേഷണത്തിന് വഴി തുറന്നത്. മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യുവിന്റെ കൊലപാതകത്തിൽ അടക്കം തീവ്രവാദ ശൈലിയുള്ളതായാണ് NIA നിരീക്ഷണം. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ ഉൾപ്പെട്ട കേരളത്തിലെ മുഴുവൻ കൊലപാതക കേസുകളും ദേശീയ അന്വേഷണ ഏജൻസി വിശദമായി പരിശോധിച്ചേക്കും. അൽ-ഖൈദ, ലഷ്കർ-ഇ-തൈബ തുടങ്ങിയ ആഗോള ഭീകര സംഘടനകളിലേക്ക് കേരളത്തിൽ നിന്ന് യുവാക്കളെ എത്തിക്കാൻ റിക്രൂട്ടിംഗ് ഏജൻസിയായി പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ ബോധപൂർവമായ ശ്രമം നടത്തിയതിന്റെ തെളിവുകൾ ശേഖരിച്ചു വരികയാണെന്നും NIA കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പരാമർശം ഉണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം, കൊച്ചി. കാസർഗോഡ് സ്വദേശികളായ ദമ്പതികളെ വിദേശത്ത് കാണാതായ സംഭവത്തിൽ ചന്തേര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഉദനൂർ സ്വദേശികളായ കുടുംബത്തെ കാണാതായതുമായി ബന്ധപ്പെട്ടാണ് കേസ്. ഇവർ ഉൾപ്പെടെ മലയാളികളായ 8 പേർ യമനിലെത്തിയതായി കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരുന്നു. ഉദനൂർ സ്വദേശി മുഹമ്മദ് ഷബീർ, ഭാര്യ റിസ്വാന, ഇവരുടെ 4 മക്കൾ എന്നിവരെ കാണാതായതുമായി ബന്ധപ്പെട്ടാണ് കേസ്. വർഷങ്ങളായി വിദേശത്ത് കഴിയുന്ന ഇവർ 4 മാസം മുൻപാണ് ഒടുവിൽ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടത്. സഹോദരി ഭർത്താവ് പെരുന്തട്ട സ്വദേശി അബ്ദുൽ ഗഫൂറാണ് പരാതി നൽകിയത്. അതേസമയം ദുബായിലായിരുന്ന കുടുംബം സൗദി വഴി യമനിലെത്തിയതായി കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. ഇവരെ കൂടാതെ പടന്ന സ്വദേശികളായ 2 പേരും യമനിലെത്തിയതായാണ് സൂചന. ഒരാൾ സൗദി വഴിയും മറ്റൊരാൾ ഒമാനിൽ നിന്നുമാണ് പോയത്. ഇവരുടെ ദുരൂഹ തിരോധാനം സംബന്ധിച്ച വിവരം പുറത്തുവന്നതിന് പിന്നാലെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് തൃക്കരിപ്പൂരിലെത്തി കുടുംബാംഗങ്ങളിൽ നിന്ന് വിവരം ശേഖരിച്ചിരുന്നു. എന്തിനാണ് ഇവർ യമനിൽ പോയതെന്നതിൽ വ്യക്തതയില്ല. 2016 പടന്ന തൃക്കരിപ്പൂർ മേഖലകളിൽ നിന്ന് 4 കുടുംബത്തിലെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 21 പേർ IS-ൽ ചേർന്നിരുന്നു. തൃക്കരിപ്പൂർ സ്വദേശി അബ്ദുൾ റഷീദിന്റെ നേതൃത്വത്തിൽ കാബൂൾ വഴിയാണ് സംഘം യമനിലേക്ക് പോയത്. ഇവരിൽ 7 പേർ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി പിന്നീട് ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 9 പേർ 2 വർഷമായി അഫ്ഗാൻ സൈന്യത്തിന്റെ തടങ്കലിലാണ്. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കാസർഗോഡ് ജില്ലയിൽ നിന്നും 8 പേർ കൂടി യമനിലേക്ക് കടന്നതോടെ ആശങ്കയിലാണ് കുടുംബാംഗങ്ങളും ഒപ്പം നാട്ടുകാരും. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. പരാതിക്കാർ ഇല്ലാതെ എടുക്കുന്ന കേസുകളും ഇനി മുതൽ കാപ്പ ചുമത്താൻ പരിഗണിക്കും. പോലീസിന് അമിതാധികാരം നൽകുന്ന നീക്കവുമായി സർക്കാർ. നവംബർ 22-ന് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു, DGP അനിൽകാന്ത്, ജില്ലാ കളക്ടർ എന്നിവരുടെ യോഗത്തിലാണ് കാപ്പയിൽ ഭേദഗതി വരുത്താനുള്ള തീരുമാനം ഉണ്ടായത്. യോഗത്തിന്റെ മിനിറ്റ്സ് ന്യൂസ് 18-ന് ലഭിച്ചു. ഏറെ വിവാദമായേക്കാവുന്ന വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന തീരുമാനത്തിലേക്കാണ് ആഭ്യന്തര വകുപ്പ് നടപടി നീങ്ങുന്നത്. സ്വമേധയാ എടുക്കുന്ന കേസുകളിലും കാപ്പ നടപടികൾ പോലീസിന് സ്വീകരിക്കാം എന്നതാണ് വിവാദ നിർദ്ദേശം. കളക്ടർമാർ അധ്യക്ഷനായ സമിതിയാണ് കാപ്പ അറസ്റ്റുകൾക്ക് അനുമതി നൽകുന്നത്. ഇത് മറികടക്കുന്നതാണ് പുതിയ നിർദ്ദേശം. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, DGP, ജില്ലാ കളക്ടർമാർ എന്നിവർ ചേർന്ന യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. ഈ വർഷം 734 കാപ്പ അറസ്റ്റുകൾക്ക് അനുമതി തേടിയതിൽ കളക്ടർമാർ അനുവദിച്ചത് 245 എണ്ണം മാത്രമായിരുന്നു. അറസ്റ്റുകൾ സാധിക്കാത്തതിൽ ജില്ലാ പോലീസ് മേധാവിമാർ നേരത്തെ DGPയെ പരാതി അറിയിച്ചു. പുതിയ തീരുമാനപ്രകാരം ദൃക്സാക്ഷിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്വമേധയാ എടുത്ത കേസുകളിൽ കാപ്പ പ്രകാരം തടങ്കലിൽ വെക്കാം. രാഷ്ട്രീയ സ്വഭാവമുള്ളതെങ്കിലും IPC പ്രകാരം ഗുരുതര കുറ്റകൃത്യമെങ്കിൽ കാപ്പ ചുമത്താം. ഇതും വിവാദമായേക്കാവുന്ന തീരുമാനമാണ്. രാഷ്ട്രീയ തർക്കങ്ങൾ ഉണ്ടായാൽ എതിർചേരിയിൽപ്പെട്ടവരെ ഏകപക്ഷീയമായി കാപ്പ കേസുകളിൽ പെടുത്തുമെന്നാണ് വിമർശനം. അപകടകരമായ നീക്കമാണ്. കാപ്പ ചുമത്താൻ ആർക്കെതിരെയും കാപ്പ ചുമത്താൻ പോലീസിന് അമിതമായ അധികാരങ്ങൾ നൽകുന്നത് ശരിയല്ല. കാരണം വളരെ ശ്രദ്ധയോടുകൂടി നടപ്പാക്കേണ്ട ഒരു നിയമമാണ്. ഈ ഗവൺമെന്റ് തന്നെ പല പ്രാവശ്യം ആ ഒരു സാധാരണഗതിയിൽ ഈ നിയമത്തിന്റെ ഉദ്ദേശത്തെ തന്നെ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ പലർക്കെതിരെയും കാപ്പ ചുമത്തി, അനാവശ്യമായി കാപ്പ ചുമത്തി. സർക്കാരിന് ഇഷ്ടമില്ലാത്തവരുടെ മീതെ ചുമത്തപ്പെടേണ്ട ഒന്നല്ല കാപ്പ. യോഗത്തിൽ കൈക്കൊണ്ട മറ്റു ചില തീരുമാനങ്ങൾ ഇങ്ങനെ: ജാമ്യവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി പ്രതി പ്രവർത്തിച്ചാൽ ജാമ്യം റദ്ദാക്കാൻ കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം കാപ്പ നിയമപ്രകാരം നടപടിയെടുക്കാം.
കോടതിയുടെ തീരുമാനത്തിന് കാത്തുനിൽക്കാതെ തന്നെ നടപടിയെടുക്കാം. കാപ്പ നിയമത്തിന് കീഴിൽ വരുന്ന കുറ്റകൃത്യങ്ങൾ മാത്രമേ നടപടിക്ക് പരിഗണിക്കാവൂ. ചെറിയ കുറ്റങ്ങൾ പരിഗണിക്കരുത്. കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിനെ തടയുന്ന തരത്തിലുള്ളതാണ് നിലവിലെ ജാമ്യവ്യവസ്ഥകളെങ്കിൽ കാപ്പ വകുപ്പുകൾ ചുമത്തേണ്ടതില്ല. ലഹരിമരുന്ന് കേസുകൾ വർദ്ധിക്കുന്നതിനാൽ ചെറിയ തോതിൽ ലഹരി വസ്തു പിടികൂടിയാലും ശക്തമായ നടപടി വേണം. വി വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. കേന്ദ്രമന്ത്രിമാരെ പുകഴ്ത്തിയ PV അബ്ദുൽ വഹാബ് MP-യെ തള്ളി മുസ്ലിം ലീഗ്. വി മുരളീധരനെ അടക്കം പ്രശംസിച്ചതിൽ വഹാബിനോട് ലീഗ് വിശദീകരണം തേടി. അബ്ദുൽ വഹാബിന്റെ പ്രശംസയിൽ ലീഗിലും കോൺഗ്രസിലും അതൃപ്തി ശക്തമാണ്. Mudalgarji, our ambassador, Kerala's ambassador to Delhi. If he was not there, we'll be completely blank. Yes, ambassadorless. Ambassadorless. So he's taking care. Not only his party is taking care of Kerala, but he's making some undue remarks wherever he comes about Kerala government, about the bridges they made, Which is not correct. which is correct. They made the bridge, but everywhere they want some 50% of Kerala, 40% of Kerala, 55% of Kerala. Anyway, whether they are giving or taking, I don't know. Anyway, Muralidharji is doing a wonderful job. And I want ഈ പ്രശംസയാണ് PV അബ്ദുൽ വഹാബ് MP-ക്ക് കുരുക്കായത്. അബ്ദുൽ വഹാബിന്റെ രാജ്യസഭാ പ്രസംഗം ചർച്ചയായതോടെ തിരുത്തലുമായി മുസ്ലിം ലീഗ് നേതൃത്വം തന്നെ രംഗത്തെത്തി. അബ്ദുൽ വഹാബിന്റെ പരാമർശത്തോട് പാർട്ടി യോജിക്കുന്നില്ലെന്ന് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഏത് സാഹചര്യത്തിലാണ് പ്രസ്തുത പരാമർശം എന്നതിനെക്കുറിച്ച് അബ്ദുൽ വഹാബിനോട് ചോദിക്കും. സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി, PMA സലാം അടക്കം മുതിർന്ന നേതാക്കൾ യോഗം ചേർന്ന ശേഷമാണ് വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത്. വി മുരളീധരനെയും രാജീവ് ചന്ദ്രശേഖരനെയും പുകഴ്ത്തിക്കൊണ്ടുള്ള വഹാബിന്റെ പരാമർശം പാർട്ടിക്കും വിശദീകരിക്കേണ്ടി വരും. കോൺഗ്രസിനും ഇക്കാര്യത്തിൽ അതൃപ്തിയുണ്ട്. വിഷയത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം ഇങ്ങനെ: അത് ലീഗ് നേതൃത്വം അതിന് പ്രതികരിക്കേണ്ട, അതിനുശേഷം ഞാൻ പ്രതികരിക്കും. ലീഗ് നേതൃത്വമാണ് അതിന്റെ അഭിപ്രായം ആദ്യം പറയുന്നത്. അവരുടെ പാർട്ടിയിൽപ്പെട്ട ഒരാൾ അങ്ങനെ സംസാരിച്ചാൽ ലീഗ് നേതൃത്വം അതിനോട് പ്രതികരിക്കണം, എന്നിട്ട് ഞാൻ പ്രതികരിക്കാം. വഹാബുമായിട്ട് ബന്ധപ്പെട്ട ഒരു രണ്ടാമത്തെ വിഷയമാണ് തീർച്ചയായിട്ടും വന്നത്. ലീഗ് നേതൃത്വം അത് പരിശോധിച്ച് അവരൊരു തീരുമാനം എടുക്കട്ടെ. വഹാബിന്റെ വ്യക്തി താൽപര്യങ്ങളും പാർട്ടി താൽപര്യങ്ങളും കോർത്തിണക്കരുതെന്ന് പാർട്ടിക്കുള്ളിൽ മുൻപും അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. പ്രശംസാ വിവാദം ഈ ചർച്ചകൾ കൂടുതൽ സജീവമാക്കും. ന്യൂസ് 18 മലപ്പുറം. മുസ്ലിം ലീഗ് വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി മുഖ്യമന്ത്രി. ലീഗ് എടുത്ത ചില നിലപാടുകൾ സ്വാഗതാർഹമാണെന്ന് മാത്രമാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. ലീഗിന്റെ മതനിരപേക്ഷ നിലപാടുകളെ സ്വാഗതം ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നും മുഖ്യമന്ത്രി. അല്ല, ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രസ്താവന പുറപ്പെടുവിച്ച ഗോവിന്ദൻ മാഷ് തന്നെ കാര്യങ്ങൾ നല്ലതുപോലെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ നമ്മൾ കാണേണ്ടത് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ലീഗ് ചില നിലപാടുകൾ എടുത്തു. ആ നിലപാടുകൾ സ്വാഗതാർഹമാണ് എന്ന് അദ്ദേഹം പറയുന്ന നിലയുണ്ടായി. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. അതിനകത്ത് മറ്റ് വ്യാഖ്യാനങ്ങൾക്ക് പുറപ്പെടുന്നതാണ് പ്രശ്നങ്ങൾ. മതനിരപേക്ഷതയ്ക്ക് കരുത്തു പകരുന്ന പ്രതികരണങ്ങൾ വരുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നത് ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനമാണ്. അങ്ങനെ അതിനെ കാണേണ്ടതായിട്ടുള്ളൂ. ബഫർ സോൺ വിഷയത്തിൽ ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ വിശദീകരണവുമായി മുഖ്യമന്ത്രി. പ്രതിപക്ഷത്തിന്റെ ആക്ഷേപങ്ങൾ തെറ്റിദ്ധാരണ പരത്തുക എന്ന ലക്ഷ്യത്തോടെയാണെന്ന വിമർശനമാണ് മുഖ്യമന്ത്രി ഉയർത്തിയത്. ബഫർ സോണുകളിലെ ജനവാസ മേഖലകളിൽ താമസിക്കുന്നവരുടെ ആശങ്കകൾ പരിഹരിക്കാൻ തെളിവുകൾ ഉൾപ്പെടുത്തി സുപ്രീംകോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകാനാണ് സർക്കാർ തീരുമാനം. ബഫർ സോൺ വിഷയം സർക്കാരിനെതിരെ ആയുധമാക്കുന്ന പ്രതിപക്ഷത്തിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രി നടപടികൾ വിശദീകരിച്ചത്. ബഫർ സോൺ പരിധി 12 കിലോമീറ്റർ വേണമെന്ന നിലപാടാണ് UDF സ്വീകരിച്ചത്. ജനവാസ മേഖലകളെ ഒഴിവാക്കിയ രേഖകൾ ഉമ്മൻചാണ്ടി സർക്കാർ യഥാസമയം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കൈമാറിയില്ലെന്നും മുഖ്യമന്ത്രി. ഉപഗ്രഹ സർവേ റിപ്പോർട്ട് അന്തിമമല്ല. ജനവാസ മേഖലകളിലെ ആശങ്കകൾ പരിഹരിക്കാൻ ഹെൽപ്പ് ഡെസ്കുകൾ സ്ഥാപിക്കും. ഉന്നതതല യോഗത്തിന്റെ പശ്ചാത്തലത്തിൽ 87 പഞ്ചായത്തുകളിലെ ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗം ചേർന്നു. സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കരട് ഭൂപടം പ്രസിദ്ധീകരിക്കും. ജനുവരി 7 വരെ അധിക വിവരങ്ങൾ രേഖപ്പെടുത്താൻ സമയം അനുവദിക്കും. ജനജീവിതത്തെ ബാധിക്കാത്ത വിധത്തിലാകും സർക്കാർ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുകയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മേഖലയിലെ ജനങ്ങളുടെ ആശങ്കകൾ സർക്കാർ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു. എല്ലാ വശങ്ങളും പഠിച്ച ശേഷമാകും സുപ്രീം കോടതിയിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുക. മറിച്ചുള്ള പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. സംസ്ഥാനത്ത് ഇത്തരം പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ജീവിതത്തെയും ജീവനോപാധിയെയും ബാധിക്കുന്ന ഒരു നടപടിയും ഉണ്ടാകില്ല എന്ന് ആദ്യമേ തന്നെ വ്യക്തമാക്കട്ടെ. സംസ്ഥാനത്തിന്റെ നിലപാട്
ഈ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ഉത്കണ്ഠകൾ പൂർണ്ണമായും ഉൾക്കൊണ്ടുള്ളതാണ്. സുപ്രീം കോടതി നിശ്ചയിച്ച ബഫർ സോൺ പ്രദേശങ്ങൾ കേരളത്തിലെ ജനസാന്ദ്രത കൂടിയ മേഖലകളാണ് എന്ന് കോടതി മുൻപാകെ തെളിയിക്കുന്നതിനാണ് എല്ലാ നിർമ്മാണങ്ങളും ചേർത്ത് റിപ്പോർട്ട് തയ്യാറാക്കി കോടതിയിൽ സമർപ്പിക്കുന്നത്. വന്യജീവി സങ്കേതങ്ങളോട് ചേർന്ന പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ സാധ്യതയില്ലെന്ന് ഫീൽഡ് സർവേയിൽ വ്യക്തമായി. ഇതോടെ 22 വന്യജീവി പ്രദേശങ്ങളിലെ ജനവാസ മേഖലകളെ ബഫർ സോണിൽ നിന്ന് ഒഴിവാക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട്. നടപടിയെടുക്കുന്നതിൽ കാലതാമസം വരുത്തിയിട്ടില്ലെന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫീൽഡ് സർവേയിലെ വിവരങ്ങൾ പുനഃപരിശോധനാ ഹർജിയിൽ തെളിവായി സമർപ്പിക്കുമെന്നും പറഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. ബഫർ സോണിനെതിരെ കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറ പഞ്ചായത്ത് സുപ്രീം കോടതിയിലേക്ക്. വിഷയം ചർച്ച ചെയ്യാൻ പഞ്ചായത്ത് ഭരണസമിതി ശനിയാഴ്ച യോഗം ചേരും. LDF ഭരിക്കുന്ന പഞ്ചായത്താണ് ചക്കിട്ടപ്പാറ. മലബാർ വന്യജീവി സങ്കേതത്തിനു ചുറ്റും ബഫർ സോൺ വരുന്ന 7 പഞ്ചായത്തുകളിലൊന്നാണ് ചക്കിട്ടപ്പാറ. LDF ഭരിക്കുന്ന ചക്കിട്ടപ്പാറ പഞ്ചായത്താണ് ബഫർ സോണിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനൊരുങ്ങുന്നത്. ഉപഗ്രഹ സർവേയിൽ ചക്കിട്ടപ്പാറ, കൂരാച്ചുണ്ട് പഞ്ചായത്തുകളിലെ ജനവാസ മേഖലയും ബഫർ സോണിൽ ഉൾപ്പെടുത്തിയിരുന്നു. ജനവാസ മേഖലയിൽ നിന്ന് ബഫർ സോൺ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് ഭരണസമിതി കോടതിയെ സമീപിക്കുക. 24-ാം തീയതി പ്രത്യേക ഭരണസമിതി യോഗം ചേരണമെന്നും സുപ്രീം കോടതിയിൽ ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് കക്ഷി ചേരണമെന്നും അതിനുവേണ്ടി എല്ലാ വാർഡുകളിലും ജനകീയ ഗ്രാമസഭകൾ നടത്തി അഭിപ്രായം ആരാഞ്ഞ് ബഹുജനങ്ങളിൽ നിന്ന് പണം സമാഹരിച്ച് നമ്മുടെ പഞ്ചായത്തിന്റെ ഇന്നത്തെ അവസ്ഥ, ഇത് വന്നാലുണ്ടാകുന്ന അപകടാവസ്ഥ സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ ഒരു സ്വതന്ത്രമായ പ്രവർത്തനം നടത്തണമെന്ന് ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട്. ഇത് കേരളത്തിലെ ഗവൺമെന്റ് നടത്തുന്ന സാഹചര്യമായ എല്ലാ പ്രവർത്തനത്തോടും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ്. മലയോരത്ത് സമരത്തിനും കലാപത്തിനും ആഹ്വാനം ചെയ്യുന്നവരുടെ രാഷ്ട്രീയ മുതലെടുപ്പ് മനസ്സിലാക്കിക്കൊണ്ടാണ് ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് ഇങ്ങനെ ഒരു സൃഷ്ടിപരമായ തീരുമാനം എടുത്തിട്ടുള്ളത്. നേരിട്ട് കോടതിയെ സമീപിക്കണോ കക്ഷി ചേരണോ എന്ന കാര്യം തീരുമാനിക്കാൻ ശനിയാഴ്ച പഞ്ചായത്ത് ഭരണസമിതി പ്രത്യേക യോഗം ചേരും. റവന്യൂ ഭൂമിയിൽ ബഫർ സോൺ അനുവദിക്കില്ലെന്നാണ് പഞ്ചായത്ത് നിലപാട്. ഫീൽഡ് സർവേ നടത്തി റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന സർക്കാർ നടപടി തുടങ്ങിയതിനു പിന്നാലെയാണ് LDF ഭരിക്കുന്ന പഞ്ചായത്ത് തന്നെ സുപ്രീം കോടതിയെ സമീപിക്കാനൊരുങ്ങുന്നത്. S. വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. ബഫർ സോൺ വിഷയത്തിൽ സർക്കാരിന് ഇപ്പോഴും ആശയക്കുഴപ്പമെന്ന് പ്രതിപക്ഷ നേതാവ്. വിധി വന്ന ശേഷമുള്ള സർവേ അല്ല പ്രസിദ്ധീകരിക്കുന്നത്. മാനുവൽ സർവേ ഇപ്പോഴാണോ തീരുമാനിക്കേണ്ടത്? കൃത്യമായ വിവരം കോടതിക്ക് കൊടുക്കണം. ജനനിബിഡ സ്ഥലമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ച ബഫർ സോൺ. കോടതിയോട് കുറച്ചു സമയം കൂടി ചോദിച്ച് തീരുമാനമെടുത്തുകൂടെയെന്നും VD സതീശൻ. ബഫർ സോൺ വിഷയത്തിൽ സർക്കാരിന്റെ ക്രിയാത്മക ഇടപെടലിൽ സന്തോഷമെന്ന് താമരശ്ശേരി ബിഷപ്പ് രംജിയോ സിഞ്ചിനാനിയൻ. പുതിയ തീരുമാനങ്ങൾ സ്വാഗതാർഹമാണെന്നും ഫീൽഡ് സർവേ വഴി പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയുമെന്നും ബിഷപ്പ്. ബഫർ സോൺ വനത്തിനുള്ളിൽ തന്നെ നിർത്തണം. നീതി കിട്ടുന്നില്ലെങ്കിൽ സമരവുമായി മുന്നോട്ടു പോകുമെന്നും താമരശ്ശേരി ബിഷപ്പ്. അഭിഭാഷകയായ കോൺഗ്രസ് വനിതാ നേതാവ് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ പോലീസ് കേസ്. തിരുവല്ല സ്വദേശിയായ വിബിത ബാബുവിനെതിരെയാണ് കടുത്തുരുത്തി സ്വദേശി മാത്യു സെബാസ്റ്റ്യൻ തിരുവല്ല പോലീസിൽ പരാതി നൽകിയത്. 2019 മുതൽ പലതവണയായി 14 ലക്ഷത്തിലധികം രൂപ വാങ്ങിയ ശേഷം തിരികെ നൽകിയില്ലെന്നാണ് പരാതി. വിബിതയുടെയും അച്ഛൻ ബാബു തോമസിന്റെയും അക്കൌണ്ട് വഴിയാണ് പണം നൽകിയത്. വിബിതയുടെ അച്ഛനെയും പ്രതി ചേർത്താണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. എന്നാൽ പരാതി അടിസ്ഥാനരഹിതമാണെന്നും പരാതിക്കാരന്റെ കേസിന്റെ ആവശ്യത്തിനും ചാരിറ്റി പ്രവർത്തനങ്ങൾക്കുമാണ് പണം കൈപ്പറ്റിയിട്ടുള്ളതെന്നുമാണ് വിബിതയുടെ വിശദീകരണം. കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മല്ലപ്പള്ളി ഡിവിഷനിലെ സ്ഥാനാർത്ഥിയായിരുന്നു വിബിത ബാബു. തൊടുപുഴയിൽ ഹൃദ്രോഗിയെ ഡിവൈഎസ്പി മർദ്ദിക്കുകയും ബൂട്ടിട്ട് ചവിട്ടുകയും ചെയ്തതായി പരാതി. മലങ്കര സ്വദേശി മുരളീധരനെ മുഖത്തടിച്ചുവെന്നും വയർലെസ് എടുത്ത് എറിഞ്ഞുവെന്നുമാണ് പരാതി. മുരളീധരൻ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മർദ്ദിക്കുന്നത് കണ്ടതായി മുരളീധരനൊപ്പം ഉണ്ടായിരുന്നയാളും പറഞ്ഞു. ചവിട്ടിയത് തൊടുപുഴയിൽ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഡിവൈഎസ്പി സാറ് വയർലെസ് ഇല്ലേ അത് വെച്ച് എന്റെ നെഞ്ചത്തേക്ക് എറിഞ്ഞു. ചെവിക്കലിന് ഒരു അടിയും തന്നു. ഈ നിൽക്കുന്ന സന്തോഷം പെരുമ്പള്ളിച്ചറയുള്ളൊരു ശിവദാസൻ ചേട്ടനും ഞങ്ങളെ 3-നെയാണ് ഇദ്ദേഹം വിളിച്ച് ഇവിടെ വരുത്തി ഈ സംഭവം ചെയ്തത്. എന്നെ മർദ്ദിച്ചത്
മുട്ടം SNDP യൂണിയനിലെ വനിതാ നേതാവിനെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടത്തിയതിന് SNDP യൂണിയൻ മുരളീധരനെതിരെ പരാതി നൽകിയിരുന്നു. പരാതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് രാവിലെയാണ് മുരളീധരനെ വിളിച്ചു വരുത്തിയത്. അതേസമയം ആരോപണം ഡിവൈഎസ്പി നിഷേധിച്ചു. ദർശന പുണ്യം തേടി ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ്. 1 ലക്ഷത്തോളം പേർ ഇന്ന് സന്നിധാനത്ത് എത്തുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ. വൈകിട്ട് വരെ 70,000-ഓളം പേർ ദർശനം നടത്തിയിട്ടുണ്ട്. ശരംകുത്തിയിൽ നിന്ന് ഘട്ടം ഘട്ടമായി തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നു. ഭാരത് ജോഡോ യാത്രയിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രി രാഹുൽ ഗാന്ധിക്കും രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിനും കത്തയച്ചു. മാസ്കും സാനിറ്റൈസറും ഉപയോഗിക്കണം. നിർദ്ദേശം പാലിച്ചില്ലെങ്കിൽ യാത്ര മാറ്റിവെക്കണമെന്നും ആരോഗ്യമന്ത്രി ആവശ്യപ്പെടുന്നു. ഗുജറാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റാലി നടത്തുമ്പോൾ ഇതൊന്നും ബാധകമായിരുന്നില്ലല്ലോ എന്നാണ് കോൺഗ്രസിന്റെ മറുചോദ്യം. ഇന്ത്യ ചൈന അതിർത്തി സംഘർഷത്തിൽ ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധം. വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ ബഹളത്തിൽ ലോക്സഭാ നടപടികൾ പലതവണ തടസ്സപ്പെട്ടു. സഭാ നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപ് പാർലമെന്റിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. സോണിയാഗാന്ധി അടക്കമുള്ള നേതാക്കൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി. അഫ്ഗാനിസ്ഥാനിലെ സർവകലാശാലകളിൽ പെൺകുട്ടികളെ വിലക്കി താലിബാൻ. എല്ലാ സർവകലാശാലയിലും വിലക്ക് നടപ്പാക്കണമെന്ന് നിർദ്ദേശം. വിദ്യാഭ്യാസം വിലക്കിയ ഉത്തരവ് നടപ്പിലാക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നീത മുഹമ്മദ് നദീം ഒപ്പിട്ട കത്തിൽ പറയുന്നു. രാജ്യത്തെ ആയിരക്കണക്കിന് പെൺകുട്ടികൾ സർവകലാശാല പ്രവേശന പരീക്ഷ എഴുതിയതിന് 3 മാസത്തിനുള്ളിലാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് താലിബാൻ നിരോധനം ഏർപ്പെടുത്തിയത്. നടപടിക്കെതിരെ ഐക്യരാഷ്ട്രസഭയും ബ്രിട്ടനും US-ഉം രംഗത്തുവന്നു. സ്പോർട്സ്. ആരാധകരുടെ ആഘോഷം അതിരുകടന്നതോടെ ബ്യൂണസ് അയേഴ്സിലെ പര്യടനം പൂർത്തിയാക്കാൻ മെസ്സിക്കും സംഘത്തിനും പൂർത്തിയാക്കാനായില്ല. താരങ്ങൾ സഞ്ചരിച്ചിരുന്ന തുറന്ന ബസ്സിലേക്ക് ആരാധകർ ചാടിയിറങ്ങി. ബസ് മേൽപ്പാലത്തിന് അടിയിലൂടെ കടന്നു പോകുന്നതിനിടെയാണ് ആരാധകർ ബസ്സിൽ കയറിക്കൂടിയത്. മറ്റു ചിലർ ബസ്സിലേക്ക് ചാടിക്കയറാൻ ശ്രമിച്ചെങ്കിലും താഴെ വീണു. യാത്ര പൂർത്തിയാക്കാനാകാത്ത സാഹചര്യം വന്നതോടെ താരങ്ങളെ ഹെലികോപ്റ്ററിലേക്ക് മാറ്റുകയായിരുന്നു. നേരത്തെ തുറന്ന ബസ്സിനുള്ളിൽ നഗരപര്യടനം നടത്തുന്നതിനിടെ കുറുകെയുള്ള കേബിൾ താരങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. കേബിളിന്റെ തൊട്ടടുത്തെത്തിയപ്പോൾ താരങ്ങൾ കുനിഞ്ഞതുകൊണ്ട് വലിയ അപകടം ഒഴിവായി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് പുതിയ ഷോറൂം ആറ്റിങ്ങലിൽ പ്രവർത്തനം ആരംഭിച്ചു. ദേശീയപാതയിൽ ആറ്റിങ്ങൽ ടൗൺ ഹാളിന് സമീപമാണ് ഷോറൂം. ബോബി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ബോബി ചെമ്മണ്ണൂരും സിനിമാ താരം ഹണി റോസും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ഡയമണ്ട് ആദ്യ വിൽപ്പന ആറ്റിങ്ങൽ MLA OS അംബികയും സ്വർണം ആദ്യ വിൽപ്പന നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് S കുമാരിയും നിർവഹിച്ചു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നിരവധി ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത്. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലി 3% മുതലാണ്. ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലിയിൽ 50% വരെ കിഴിവിൽ ലഭിക്കും. ആദ്യം പർച്ചേസ് ചെയ്യുന്ന 25 വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ വജ്രമോതിരം, ഡയമണ്ട് പർച്ചേസുകൾക്ക് പ്രത്യേക സമ്മാനങ്ങൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ലോക ശൌചാലയ ദിനത്തിൽ നെറ്റ്വർക്ക് 18-ഉം റെക്കിറ്റും സംയുക്തമായി 8 മണിക്കൂർ നേരത്തെ ടെലിത്തോൺ സംഘടിപ്പിച്ചു. മികച്ച ശുചിത്വത്തിന് മിഷൻ സ്വച്ഛതാ ഓർ പാനി എന്നതാണ് ക്യാമ്പയിന്റെ ആപ്തവാക്യം. ക്യാമ്പയിനിൽ മുതിർന്ന സർക്കാർ പ്രതിനിധികൾ, ചലച്ചിത്ര താരങ്ങൾ, ശുചിത്വ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ടെലിത്തോണിൽ പങ്കെടുത്തവരുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. प्रधानमंत्री के आह्वान पर उनकी बात पर विश्वास करके जिस तरह से देश के लाखों लाखों लोग जुड़े, वहाँ से ये शक्ति आती है. उन लोगों की ताकत के बल पर ही जो स्वच्छ भारत मिशन का कैंपेन माननीय प्रधानमंत्री जी ने 2014 में अनाउंस किया और जिसको पूरा करने के लिए भारत जैसे देश के लिए यूनाइटेड नेशंस ने 2030 तक का समय दिया था, हम 5 साल में पूरा कर पाए. पॉलिटिकल विल, पब्लिक स्पेंडिंग के साथ साथ में जो सबसे इम्पॉर्टेंट फैक्टर था वो था पीपल्स पार्टिसिपेशन.
जनता जब साथ जुड़ती है, समाज जब किसी भी कठिन से कठिन चुनौती का सामना करने की जिम्मेदारी अपने कंधों पर उठा ले, तो निश्चित रूप से पूरा होता है। और मैं मानता हूं कि ये सफलता इस देश के उन लाखों 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 लोगों की सफलता है जिन्होंने इस स्वच्छ भारत मिशन में अपना योगदान किया। ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു. നമസ്കാരം.